ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. സന്തോഷ് വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പം നമ്മൾ കുറേ കാലമായിട്ട് ഹായ്, നമസ്കാരം, രാവിലെ ചായ കുടിച്ചോ, ചോറുന്നോ, എന്താണ് കറി, മഴയുണ്ടോ, മഴ ഇന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പത്രവായന, മാതൃഭൂമിയാണ്. പത്രവായന നല്ലതാണ്. എന്താ പറയുക, വായന എത്രത്തോളം വായനയിൽ സ്വീകാര്യതയുണ്ട് ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് മോട്ടിവേഷൻ ഒന്നും നടത്തുന്നില്ല. അപ്പോൾ ഞാനിത് വായിക്കാറുണ്ട്, സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്, ഷെയർ ചെയ്യാറില്ല. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് വിഷയദാരിദ്ര്യം കൊണ്ട് നമ്മൾ ഇതും ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഉള്ള കാര്യം തീർത്തും പറയാമല്ലോ. പാറ്റ സമരത്തെ അടിച്ചമർത്താൻ പോലീസ് വേട്ട എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. പിന്നെ ടോപ്പിലായിട്ട് നമ്മുടെ സ്പെയിനിന് കിരീടം, 2ാം ലോക കിരീടം സ്പെയിനിന്. അപ്പോൾ അവർ കപ്പൽ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. യുദ്ധകളക്കമായി തലസ്ഥാനം, പാർലമെൻറ്റിന് അടുത്തെത്തി സമരക്കാർന്നുണ്ട്. ചെന്താമരയ്ക്ക് ശിക്ഷ മരണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇത്. ഞാൻ ഇതിനെല്ലാം കാണുന്നത് നമ്മൾ മലയാളി എന്നുള്ള രീതിയിൽ ഈ ചെന്താമരയ്ക്ക് പിന്നെ കൊടുത്തേക്കുന്ന ഈ ശിക്ഷ ഒരു പ്രധാനമാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയ്ക്ക് 61 വയസ്സ്, മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ബോയൻ ഉന്നതിയിലെ സുധാകരൻ 55, അമ്മ ലക്ഷ്മി 75 എന്നിവരെയാണ് വെട്ടിക്കൊലപ്പെടുത്ത കേസിലാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കൊന്നത്ത് ജോർജ് ശിക്ഷ വിധിച്ചത്. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്ത ദയാരഹിതനായ കൊലയാളിയാണ് പ്രതിയെന്ന് നിരീക്ഷിച്ച കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഇപ്പോഴത്തെ കോടതിയുടെ വിധികളിൽ നിന്നും ഏറ്റവും, ഇനിയിപ്പോൾ ആരെങ്കിലും ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് മരവിപ്പിക്കുമോ എന്തോന്നും നമുക്കറിയില്ല. എങ്കിൽ കൂടി ഒരു നല്ല സന്ദേശം. പിന്നെയും കൊല്ലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും വിളിച്ചു പറയാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ് ചെന്താമര. മാനസിക വൈകല്യം ആയിരിക്കാം, മാനസിക വൈകല്യം ഇല്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും നല്ലൊരു വിധി. ആ വീട്ടുകാർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം. ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഐറ്റങ്ങളുടെ കാര്യം മഹാ കഷ്ടമാണ്, നമുക്കെല്ലാം അറിയാമല്ലോ. യുക്രൈനിൽ കപ്പലിന് നേരെ ആക്രമണം, മലയാളി അടക്കം 10 പേര് മരിച്ചു എന്ന് പറയുന്നുണ്ട്. മലയാളി അടക്കം മരിച്ചവരിൽ വെള്ളരിക്കുണ്ട് സ്വദേശി 26 വയസ്സനായ നമ്മുടെ അഖിലാണ്. എന്തായാലും നമ്മുടെ ഒരു നാട്ടിലുള്ള വെള്ളരിക്കുണ്ട്, നമ്മുടെ ആലക്കോട് ആ ഭാഗത്താണെന്ന് തോന്നുന്നു അല്ലേ, അവിടെയുള്ള അഖിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം വീണ്ടും പിന്നെ തകർക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ലാമിൻ യമാന്, സ്പെയിൻ്റെ ലാമിൻ യമാന് അർജൻറ്റീനയുടെ നായകൻ ലയൺ മെസ്സിയെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായും ആശ്വസിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട് പേജിലുള്ള വാർത്ത. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയ ഫ്രണ്ട് പേജിലുള്ള വാർത്ത കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണൂർ ഭാഗത്തെ ന്യൂസുകളിലേക്ക് പറയുകയാണെങ്കിൽ മാനന്തവാടി ബോയ്സ് ടൗൺ വിമാനത്താവളം റോഡ് സ്ഥലം ഏറ്റെടുക്കൽ വേഗത്തിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ അംഗീകാരം വീണ്ടും ചെറുവാഞ്ചേരി സ്വദേശിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുവാഞ്ചേരി സ്വദേശീൻ്റെ സുജിൻ നെല്ലയിടത്ത്. ഷുഗൈബ് കൊലക്കേസിൻ്റെ വിചാരണ ഓഗസ്റ്റിലേക്ക് മാറ്റി. വഴിപാടിൻ്റെ വ്യാജ രസീത് ഉപയോഗിച്ച് പണം തട്ടി ജീവനക്കാരനെതിരെ കേസ്. അത് പഴയങ്ങാടിയിലാട്ടോ. പിന്നെ വേറെന്താണ്, കുറേ നേരം വായിച്ചാൽ നിങ്ങൾക്ക്. പിന്നെ ഡോക്ടർ റാം തീർത്ഥാടനം പോലെ ഒളിവുകാലം എന്ന് പറഞ്ഞൊരു ഉള്ളിൽ പേജിൽ നാട്ടുവർത്താനത്തിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. വനിതാ പോളിയിൽ നാളെ 58 ആൺകുട്ടികൾ എത്തും എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ പയ്യന്നൂരാണ് കേട്ടോ. പിന്നെന്താണ്, കൈയൊഴിഞ്ഞ സർക്കാർ ഇനി ബില്ലടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. സ്കൂളിലെ K-ഫോണിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണത്. അത് K-ഫോണിൻ്റെ സംവിധാനം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് കൈയൊഴിഞ്ഞ സർക്കാർ ഇനി ബില്ലടയ്ക്കണം എന്ന് പറയുന്നുണ്ട് സ്കൂളുകളിൽ. കുതിരവട്ടത്തെ നിരീക്ഷണം, കുങ്കൻ വീണ്ടും സെൻട്രൽ ജയിലിൽ എന്ന് പറയുന്നുണ്ട്. 17കാരൻ ഫ്ലാറ്റിൽ നിന്ന് വീണ് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ KP അനിലാണ്, കണ്ണൂരാണ്. 17കാരൻ 17 നിലകളുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീണ് മരിച്ചു. മട്ടന്നൂർ
വായത്തോട് NIC ഓഫീസിന് സമീപത്തെ ഷമീറ മൻസിൽ KP അനീഖാണ് 17 മരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബസ് കാത്തുനിന്ന യുവാവും കാർ യാത്രികാരിയും മരിച്ചു. ദേശീയപാതയിൽ 2 വാഹനാപകടം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ന്യൂസുകളെല്ലാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വാർത്താ പാരായണം, അതായത് പത്രപാരായണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഇൻട്രഡക്ഷൻ ഒന്നുമില്ലാതെ കുറച്ചുകൂടെ വലിച്ചു നീട്ടാത്ത രീതിയിൽ നാളെ പത്രവായനയായിട്ട് വീണ്ടും എത്തും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.